ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്, അത് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള വീടിന്റെ റൂമുകൾ. ഇപ്പൊ വീടായിക്കോട്ടെ, എന്ത് സ്പേസ് വേണേ ആയിക്കോട്ടെ, ഓൾറെഡി ഉള്ള റൂമുകൾ നമുക്ക് തോന്നി അയ്യോ വളരെ സ്പേസ് കുറവാണല്ലോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഭയങ്കര വലുതായി പോയി എന്ന്. അപ്പൊ ഇത് നമുക്ക് പൊളിച്ചു മാറ്റാതെ തന്നെ ചില സൈക്കോളജിക്കൽ മൂവ്മെന്റ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യും, വലിയ മുറി ചെറുതാക്കി തോന്നിപ്പിക്കാനും അതുപോലെ ചെറിയ മുറി വലിയതാക്കി തോന്നിപ്പിക്കാനും വേണ്ടി പറ്റും. അപ്പൊ ആർക്കിടെക്ചറിൽ നമ്മൾ കുറച്ച് സൈക്കോളജി കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾ സൂചിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ മെയിനായിട്ടും കളറ് അഥവാ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ. അപ്പൊ നമ്മൾ ചുമരില്, നമ്മളെ റൂമിന്റെ ഉൾഭാഗത്ത് ചുമരില് ലൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ചെറിയ റൂമുകളൊക്കെ എന്തായിട്ട് തോന്നും, ഭയങ്കര വിശാലമായിട്ട് തോന്നും. അപ്പൊ നമുക്ക് വെള്ളയാണ് നമുക്കറിയാലോ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് വെള്ളയാണ്, ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളറ്. പിന്നെ അപ്പൊ അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് പെയിന്റ്സ് ചുമരിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ടൈല് ചൂസ് ചെയ്യുമ്പോൾ ടൈലിന്റെ കളർ അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സീലിംഗിലും അതുപോലെ തന്നെ. ഇപ്പൊ നമുക്ക് ചുറ്റിലുള്ള ഈ പ്രതലങ്ങള്, റൂമിലെ ചുറ്റിലുള്ള പ്രതലങ്ങള് നമ്മൾ എപ്പോഴും ബ്രൈറ്റും ലൈറ്റും ആയിട്ടുള്ള കളേഴ്സ് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ചെറിയ മുറികളൊക്കെ കുറച്ചുകൂടെ വിശാലമായിട്ട് തോന്നും എന്നാണ് പറയുന്നത്. പറച്ചിലല്ല, അത് സത്യം തന്നെയാണ്. പിന്നെ അതുപോലെ നേരെ മറിച്ച് നമ്മൾ ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് ഉള്ള കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ബ്ലാക്ക്, നേവി ബ്ലൂ ഒക്കെ ആണ് കൊടുക്കുന്നത് എങ്കിൽ ഭയങ്കര ഇരുളിച്ച തോന്നും നമുക്ക് ആ റൂമിലോട്ട് കയറുമ്പോ തന്നെ. അപ്പൊ ഇരുളിച്ച തോന്നുമ്പോ തന്നെ എത്ര വലിയ റൂമാണെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയാ, ഭയങ്കര ഇടുങ്ങിയ ഒരു ഫീലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും വലിയ റൂമാക്കി കാണിക്കണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ആയിട്ട് കൊടുക്കുക. ഇരുണ്ടത് കൊടുക്കുമ്പോൾ വലിയ റൂമൊക്കെ നമുക്ക് എന്ത് ചെയ്ത് വരും, കുറച്ചുകൂടെ ചെറുതായ ഒരു ഫീല് വരും. ഇപ്പൊ അങ്ങ് ഒരുപാട് നീളത്തിലുള്ള ഒരു റൂമാണെന്ന് വിചാരിക്കുക, വീതി കുറഞ്ഞിട്ട് ഒരുപാട് നീളത്തിലുള്ള റൂമാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ചുമരങ്ങ് ദൂരെയാണ്, നമ്മുടെ അഭിമുഖത്തിലിരിക്കുന്ന ആ ചുമരങ്ങ് ദൂരെയാണെങ്കിൽ അപ്പൊ അത് നമുക്ക് നമ്മുടെ അടുത്തോട്ട് വരണം എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചുമരില് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഡാർക്ക് കളർ കൊടുത്താൽ മതി. ഡാർക്ക് കളർ പെയിന്റ് കൊടുക്കുന്ന സമയത്ത് ആ ചുമര് മാത്രം കുറച്ച് അടുത്തോട്ട് നിൽക്കുന്ന പോലൊരു ഫീല് നമുക്ക് വരും. ഇനിയിപ്പൊ അതല്ല, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചുമര് ഒരുപാട് അകന്നു പോകണം എന്ന് തോന്നുന്നതാണെങ്കിൽ നമ്മൾ ആ ഒരു ചുമരിൽ മാത്രം ലൈറ്റ് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അകന്നു നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇനിയിപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മള് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാടിച്ചില്ലുകൾ ഉണ്ടാവും. റൂമിന്റെ 3 ഭാഗത്തും അല്ലെങ്കിൽ 4 ഭാഗത്തും കണ്ണാടിച്ചില്ലുകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ആക്ച്വലി നിങ്ങൾ അവിടെ ഫ്ലോർ ശ്രദ്ധിച്ചു നോക്കൂ, വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ നമ്മൾ നിൽക്കുന്ന ആ ഏരിയയിൽ ഉണ്ടാവുള്ളൂ. ഒരു 3-4 ടൈലിന്റെ നീളവും വീതിയൊക്കെ കാണുള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഇടുങ്ങിയ റൂമിലാണ് നിൽക്കുന്നത്, ഒരു പെട്ടിക്കകത്താണ് കയറി നിൽക്കുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് ഇല്ലാതെ പോകുന്നത് ആക്ച്വലി എന്താണ്, അവിടെ 4 സൈഡിലും കണ്ണാടി കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലം എന്താണ്, ഇരട്ടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തരിക. ഇപ്പൊ ചെറിയ മുറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണാടിയുടെ യൂസ്, കണ്ണാടി വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, സ്ഥലം ഇരട്ടിച്ച പോലൊരു ഫീല് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ടെക്സ്ചറുകള് പിന്നെ അതുപോലെ ലൈൻസ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ ഇതുപോലെ ചെറിയ റൂം വലുതാക്കാനും വലിയ റൂം ചെറുതാക്കാനും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫർണിച്ചറുകളുടെ ഉപയോഗം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ പോലെ സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ സൈക്കോളജിക്കലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ വലിയ പാർക്കിംഗ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീളത്തിലാണ്, ചുമരുകളൊന്നും ഇല്ലാതെ അങ്ങേയറ്റം വരെ നീളത്തിലാണ് പാർക്കിംഗ് ഏരിയ ഉണ്ടാവുക.
അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ തോന്നും ഇത് ഈ ഫ്ലോർ വന്നിട്ട് നമ്മുടെ തലയിൽ ഇടിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. ആക്ച്വലി നോർമൽ ഹൈറ്റ് തന്നെ ആയിരിക്കും, പക്ഷെ അത്രയും നീളത്തിൽ അങ്ങനെ കിടക്കുന്നത് കാണുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ഹൈറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓഡിറ്റോറിയത്തിൽ നീളത്തിലാണ്, പക്ഷെ നമുക്കത് ഹൈറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യാത്തത് ഓഡിറ്റോറിയത്തിന്റെ ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തിയേറ്ററൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർക്കിംഗ് ഏരിയയിൽ പോകുന്ന സമയത്ത് അവിടെ ഡബിൾ ഹൈറ്റ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നീളത്തിൽ കാണുമ്പോൾ ഇതിപ്പോ നമ്മുടെ ഈ റൂഫ് വന്നിട്ട് തലയിൽ ഇടിക്കും എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. അതൊക്കെ സൈക്കോളജിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ലൈറ്റിംഗ് കൊടുക്കുന്നിടത്തിലും ഒരുപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റൂം സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പാർട്ടിൽ ഞാൻ എന്തായിട്ട് നിങ്ങളടുത്ത് എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതായത് നമുക്ക് പെയിന്റിന്റെ കളർ, പെയിന്റിന്റെ എന്നല്ല നമ്മൾ റൂമിൽ യൂസ് ചെയ്യുന്ന കളറുകൾ. ഇപ്പൊ ചിലപ്പോൾ അവിടെ വാൾ പെയിന്റ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും, വാൾ പേപ്പർ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കളറുകൾ എങ്ങനെ റൂമിന്റെ സൈസിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയെ പല പാർട്ടുകളിലായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ദീർഘിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പൊ എന്തായാലും ഇതുപോലുള്ള ടിപ്സിനും അതുപോലെ ആർട്ട് വീഡിയോസും കാര്യങ്ങളും എന്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് റിയൽ ആർട്ടിസ്റ്റിന്റെ ചാനലിലോട്ട് എല്ലാവരും വീണ്ടും വരിക. ബൈ ബൈ.